നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വിശ്രമിക്കുകയാണ്. അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്നു. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇവര് പോയതിനു ശേഷം ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരികയാണ്. അവരെ കണ്ടതും വസ്ത്രമൊക്കെ നേരെയാക്കി കിടപ്പിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ എണീറ്റിരിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോയതിനു ശേഷം ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അവർ രണ്ടുപേരും വന്നപ്പോഴും അങ്ങ് സാധാരണ പോലെ കിടന്നു, മാറിക്കിടന്ന വസ്ത്രമൊന്നും നേരെയാക്കിയില്ല. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അങ്ങ് പ്രത്യേകം വസ്ത്രം ശരിപ്പെടുത്തി എഴുന്നേറ്റിരുന്നു, കാരണമെന്ത്? മറുപടി വന്നു, അല അസ്തഹി മിൻ റജുലിൻ തസ്തഹി മിൻഹുൽ മലായിക. മലക്കുകൾ പോലും ലജ്ജ കാണിക്കുന്ന ഒരു മനുഷ്യനോട് എനിക്കും ലജ്ജ കാണിക്കണ്ടേ? പ്രകൃതിപരമായി എല്ലാവർക്കും ഒരു ലജ്ജ ഉണ്ടാകും. ശരീരം മറച്ചും സ്വകാര്യ നിമിഷങ്ങൾ രഹസ്യമാക്കിയുമാണ് ആ ലജ്ജയെ കാത്തു സൂക്ഷിക്കേണ്ടത്. ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് നടക്കുന്നതും അത് റീൽസ് ചെയ്ത് ആഘോഷിക്കുന്നതും ലജ്ജയില്ലാത്തവരുടെ ലക്ഷണങ്ങളാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൂടുതൽ ലജ്ജ ഉണ്ടായിരുന്ന ഒരു സഹാബിയായിരുന്നു എന്നാണ് ചരിത്രം. സുബ്ഹാനല്ലാഹ്, മഹാനവർകൾ ബാത്റൂമിൽ പോകുന്ന നേരം മലക്കുകൾ തന്നെ കാണുമല്ലോ എന്ന നാണക്കേട് കൊണ്ട് തലയിൽ മുണ്ടിട്ട് മൂടിയായിരുന്നത്രേ പോയിരുന്നത്. ഒരു ഹദീസിന്റെ ആശയം നോക്കൂ. ഒരു മനുഷ്യൻ ചീത്തയാകുന്നതിൻ്റെ ആദ്യ പടി നാണം നഷ്ടപ്പെടലാണ്. പിന്നെ ഓരോ തെറ്റുകളിലേക്കും തുടരെ വീണുകൊണ്ടിരിക്കും എന്നർത്ഥം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സല്ലാപ നിമിഷങ്ങളൊക്കെ രഹസ്യമായിരിക്കണം. അതൊക്കെ പരസ്യമായി പ്രകടിപ്പിച്ചും സോഷ്യൽ മീഡിയയിലിട്ടൊക്കെ ആത്മസംതൃപ്തി നേടുക എന്നുള്ളത് മോശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാര്യമേ അവരോട് ഉണർത്താനുള്ളൂ. നാണമില്ലെങ്കിൽ നിങ്ങൾ തോന്നിയതുപോലെ ചെയ്തു കൊള്ളൂ.